മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ 12-ാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് 26-ാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും. ഈ സമയത്ത് ചൊവ്വ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വയുടെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ്. ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ്. ചൊവ്വയും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ്. ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട്. ഗുരുവും ചൊവ്വയും മിത്രഗ്രഹങ്ങളുമാണ്. ചൊവ്വ മേടം, വൃശ്ചികം രാശികളുടെ അധിപനാണ്. ചൊവ്വ സാഹസം, പരാക്രമം, എനർജി എന്നിവയുടെ എല്ലാം കാരകനാണ്. ശുക്രൻ ധനം, ഐശ്വര്യം, ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം, ധനം, വൈഭവം എന്നിവയുടെയെല്ലാം കാരകത്വമുള്ളതുമാണ്. ചൊവ്വ, ഗുരു, ശുക്രൻ ഈ 3 ഗ്രഹങ്ങളുടെ മഹാദശ, അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ 45 ദിവസങ്ങളിലോളം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. തുലാം രാശിക്കാരുടെ 2ഉം 7ഉം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ. രാശി മാറുന്നത് 8-ാം ഭാവത്തിലേക്കാണ്. 8-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ചില കഠിന പരിസ്ഥിതികളെ നിർമ്മിക്കുന്നതായിരിക്കും. അതിനെ തരണം ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. അപ്രതീക്ഷിത ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും. ഇത് ശുഭകരം ആയിരിക്കാം, അല്ലെങ്കിൽ അശുഭകരവും ആയിരിക്കാം. ഈ സമയത്ത് പണമിടപാടുകളിൽ നല്ല ജാഗ്രതയുണ്ടായിരിക്കണം. ആരോഗ്യത്തിലും കരിയറിലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഈ സമയത്ത് കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. പക്ഷേ അതിൽ പ്രതീക്ഷിച്ചത്ര പ്രതിഫലങ്ങൾ ലഭിക്കുന്നതുമല്ലായിരിക്കും. പക്ഷേ ബിസിനസ് സ്ഥിതികൾ ലാഭകരമായിരിക്കും. നിങ്ങളുടെ 2-ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ചൊവ്വ. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കുമെങ്കിലും ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. 7-ാം ഭാവാധിപനായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും വിട്ടുവീഴ്ചകളും മറ്റും ചെയ്യുന്നതും അത് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഇത് ലാഭസ്ഥിതികൾ തീർച്ചയായും വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണിത്. ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. ഇത് ഉപജയസ്ഥാനവുമാണ്. ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നേരത്തെ വിവരിച്ചിട്ടുള്ളതിനാൽ അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി പതിക്കുന്നത് 3-ാം ഭാവത്തിലാണ്. നിങ്ങളുടെ ആത്മധൈര്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവയിൽ വർധനവുണ്ടാകും. ഹ്രസ്വ ദൂരയാത്രകളിൽ പ്രയോജനം ലഭിക്കും. ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ഇതാണ് ചൊവ്വ 8-ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.